ഒരു കടുവയുടെ കല്യാണം എങ്ങനെയിരിക്കും? ഇതാ ഒരു കടുവ കല്യാണം കഴിച്ച കഥ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു നാടോടി കഥയായത്. ഒരു പൂജാരി കാട്ടിലൂടെ തന്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ചു ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ, എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തന്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിന്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. ഓ, കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാം ആ പൂജാരി അപ്പൂപ്പന്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കല്യാണം കഴിഞ്ഞു.
ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി.